ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ഫിഷിംഗ്. ക്രേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മളിന്ന് ഒരു നാടൻ ചൂണ്ടയിടൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം കുറച്ച് നമ്മുടെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൂട്ടി ഇപ്പം നെടിവളയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കണ്ടം ഭാഗത്ത് മീനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തുള്ള സ്ഥലങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് നല്ല മീനെ കിട്ടുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. ഈ ചുമന്ന ഷർട്ടിട്ട കാരൻ്റെ പേര് ആദർശ്. ആദർശ് ഒരു ഹായ് കാണിച്ചേ. ഫ്രണ്ടിൽ പോകുന്ന നന്ദു ഹായ്. ഇങ്ങോട്ട് ഇടയ്ക്ക് ഇല വന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. അയാൾ ഹായ് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ പിടിക്കാനുള്ള സ്പോട്ടിലേക്ക് നടക്കുകയാണ്. എത്തിയോടാ? സൈക്കിൾ എടുക്കായിരുന്നു. ഇവിടെയാന്നൊക്കെ പറയുന്നു, എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഫിഷിംഗ് ഫ്രീക്സ് ഇല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, അവരുടെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഇവർക്ക് പോകുന്ന വഴിയെല്ലാം കാണുമ്പോൾ ഫിഷിംഗ് ഫ്രീക്സിൻ്റെ സ്ഥലം പോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല വെയില്. എടാ ഓക്കെ, ഫൈനലി നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നന്ദു അവിടെ തപ്പാൻ വേണ്ടി പോയിട്ടുണ്ട് വേറെ സ്പോട്ടുകൾ. പിന്നെ ഇവിടെ ആദർശ് വേണ്ടി ചൂണ്ടയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയമേ നമ്മൾ വരെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളത് കൊളുത്തുന്ന ഭാഗം കാണിക്കുന്നില്ല, കാരണം ആൾക്കാർ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് അത്രയും ചൂടൊന്നും അറിയാൻ പറ്റുന്നില്ല. സ്പോട്ട് ഫെയിലിയറാണ്, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഞാൻ നോക്കിയേ വരൂ, നിങ്ങളുടെ തൊട്ടല്ല. ഓ, നമ്മുടെ സ്ഥലം കുറച്ച് ഇരുട്ടിയ സ്ഥലമാണ്. ഓക്കെ, നമ്മളപ്പോൾ ഒരു സ്പോട്ടും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വരമ്പ്, ഇത് പണയോ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ ഇവിടെ 3 വർഷം കൊണ്ട് ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമെല്ലാം പറ്റുന്നതുകൊണ്ട് ക്ലിയറായിട്ട് കിട്ടത്തില്ല. വെള്ളമില്ല. ഇവിടെ ട്രൈ ചെയ്യാം. നമ്മുടെ നാടൻ ചൂണ്ട പിന്നെ ഒരു ഫ്രോഗ് കിടപ്പുണ്ട്. ഫ്രോഗിനകത്ത് കിട്ടുമോയെന്ന് അറിയത്തില്ല. നമ്മുടെ ആദർശ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥലം ഫ്ലോപ്പായി, കാരണം ഇവിടെ ഒന്നും ഇല്ല. കുറേ നേരമായിട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടാൽ പറയത്തില്ല, ഇവിടെ ഫുള്ള് മീനുകളാണെന്ന് പറയും. നമ്മളിനി വേറെ സ്ഥലത്തോട്ട് പോവാം. ഇവിടെ വേറെ ഇവിടെ വെച്ചേന്ന് നോക്കട്ടെ. വേറെ സൈറ്റ് നോക്കി പോവാണ്. വേറെ സ്പോട്ട് ഉള്ള സ്ഥലത്തോട്ട് പോവാം. ഇവിടെ നേരത്തെ ആരാണ്ടാ വന്ന് പിടിച്ചു, അതുകൊണ്ടാണ് ഇല്ലാത്ത. ഉള്ള സ്ഥലത്താണെങ്കിൽ ഇപ്പം വെള്ളമില്ല.
ആണ്ടർ ഇവിടെ കാണുമോ? ഇവിടാണോ? ഇവിടാണോടാ? നീ ഉണ്ട്? നമ്മളിപ്പോൾ ഇവിടാണ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഓരോ സൈറ്റും മാറി മാറി പോവുക. ഇവിടെ ഇപ്പോൾ ഫോൺ എടുത്ത് ഒരു ഇതിനു വേണ്ടി വീഡിയോ എടുക്കുന്നുകൊണ്ടാണോ കിട്ടാത്തതിനൊരു പിടിയില്ല. കാരണം ഞാനിതുപോലെ കുറേ വട്ടം മീനെ പിടിക്കാൻ ഫോണും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വരാലിനെ കിട്ടുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ മറ്റേ ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളമെല്ലാം പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോവുകയാണ്, നമ്മൾ ഉറപ്പുറേ പോവാണ്. നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ. ആരെങ്കിലും സ്വർണ്ണം തരാൻ മാത്രം പറയൂ. സൈറ്റിൽ വെള്ളമില്ല, അതുകൊണ്ട് നമ്മൾ വേറെ സൈറ്റിലോട്ട് പോവുക. ഇവിടെ കുറേ സൈറ്റുകളുണ്ട്, പക്ഷെ ഒന്നിനും മീനില്ലെന്നേ ഉള്ളൂ. ഒന്നിനും മീൻ അല്ല വെള്ളം. ഇപ്പോൾ വഴിയുടെ കാര്യമാണ്. ഞങ്ങൾ കുളത്തിലോട്ട് പോയിരുന്നയാ. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണുമോ ഇല്ലയോ അറിയത്തില്ല. നമ്മുടെ നന്ദു പോയിട്ടുണ്ട് പിടിക്കാൻ. നമ്മുടെ വേറൊരാൾ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം ഇട്ട സ്ഥലം. ഇവിടെ രണ്ടിടത്ത് കാണാൻ സാധ്യതയുണ്ട്, പക്ഷെ കിട്ടണമെന്നുണ്ടോ ഇല്ല. ഇവിടാണ് ഇട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് കിളികൾ പോകുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ.
പരിപ്പി ഒക്കെ പിടിക്കാതിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, കണ്ട ഏരിയ അതുകൊണ്ട് ചിലപ്പോൾ മീനുകൾ കാണും, ചിലപ്പം കാണത്തില്ല. കണ്ണം ബ്രോയ്ക്ക് ഇവിടുന്നുണ്ട് ഏതോ ഒരു മീനെ കൊത്തി വലിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ആ രൂട്ടയിലോട്ടാണ്ടോ പോയെ, കിട്ടോ ഇല്ലയോ നോക്കാം. അപ്പോൾ നമ്മൾ നടന്ന് മീനൊന്നും കിട്ടിയില്ല. പക്ഷെ നമുക്ക് നല്ലൊരു എണ്ണപ്പന കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫുള്ള് പരുന്തുകളാണ്, ഇവിടുത്തെ കാവൽക്കാരാന്ന് തോന്നുന്നു. അത് എണ്ണപ്പനയല്ലേടാ? എണ്ണപ്പന കണ്ട ഫുള്ള് മേളിലൊക്കെ ഫുള്ള് കണ്ടപ്പോൾ ഇഷ്ടം പോലെ പരുന്തുകൾ ഉണ്ട് ഇവിടെ. എന്താ കാണാൻ പറ്റും, ഇഷ്ടം പോലെ പരുന്തുകൾ ഫുള്ള് എണ്ണപ്പന. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് കാണുവാണെങ്കിൽ ഈ ഒരു വിഷ്വലായിട്ട് കാണുന്നതിനായിട്ട് പൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. പുളി ഇഷ്ടം പോലെ പരുന്തുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. നമ്മുടെ മീൻപിടുത്തം എങ്ങും എത്തിയിട്ടില്ല, എങ്ങും ഇല്ല, ഒന്നിനെയും കിട്ടിയില്ല. ഇവിടെ വഴി എൻഡ് ചെയ്ത്. ഇനി ഇങ്ങോട്ടെങ്കിലും വഴിയുണ്ടോ? എൻ്റെ ഇവിടെ ഫുള്ള് എണ്ണപ്പനയാണ്. നല്ല ഭംഗിയുണ്ട്, പക്ഷെ മീനൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ എല്ലാം കാണും. അന്തുവേ നിൻ്റെ സ്ഥലമാണ്. പോടോ എണ്ണപ്പാട. ഇവിടെ പരുന്തൊന്നുമില്ല, പരുന്തിന് അനക്കില്ല. ആ ഒരു വെയിൽ കിട്ടിയേക്കുന്ന ഭാഗത്തായിരുന്നു ഇഷ്ടം പോലെ പരുന്തുകൾ. കൃഷ്ണപ്പരുന്ത് പരുന്ത് വെച്ചേക്കുന്നില്ലേ? സാധാരണ ഇവിടെ തത്തയുണ്ടല്ലേ? ഇവിടെ ഉണ്ടോ? എന്തേ എൻ്റെ മേളിലൊക്കെ തത്ത കാണാൻ സാധ്യതയുണ്ട്. നോക്കാം. നമ്മൾ ഏത് രാജ്യമായതുകൊണ്ട് This night is cold in the kingdom. I can feel you fade away. From the kitchen to the bathroom sinking. Your steps keep me awake. Don't cut me down, throw me out, leave me here to waste. I once was a man with dignity and grace. Now I'm slipping through the cracks of your cold embrace. So please, please, could you find a way to let me down slowly? A little sympathy, I hope you can show me. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Let me down, 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 let me down. If you